ഈ കേസുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ കൂടി പങ്കുവയ്ക്കുന്നു. പോലീസ് അന്വേഷണം അന്യസംസ്ഥാനക്കാരെ കേന്ദ്രീകരിച്ച് എന്ന തരത്തിൽ ഒരു വാർത്ത പെരുമ്പാവൂരിൽ നിന്ന് വരുന്നുണ്ട്. ഒപ്പം ജിഷയുടെ മൊബൈൽ ഫോൺ പോലീസ് പരിശോധിച്ചു. അസ്വാഭാവികമായി ഒന്നും കണ്ടില്ല. ജിഷയുടെ വീടിൻ്റെ പരിസര പ്രദേശങ്ങളിൽ CCTV നേരത്തെ സ്ഥാപിച്ചിരുന്നു. ഇത്തരത്തിലുള്ള എന്നാൽ ഇത് പോലീസ് പരിശോധിച്ച് വരികയാണ്. ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ സംശയങ്ങളുണ്ട്. എന്നാൽ പോലീസിനോട് തുമ്പും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇവരുടെ കുടുംബത്തോട് ആർക്കും പ്രത്യേകിച്ച് വൈരാഗ്യമുണ്ടായിരുന്നില്ല എന്നും പറയുന്നു. ലഹരിക്ക് അടിമപ്പെട്ടവർ ചെയ്തതാണോ എന്നും അന്വേഷിക്കുന്നു എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. ജിഷയുടെ കൊലപാതകം നടന്ന് 6 ദിവസത്തിന് ശേഷം സംസ്ഥാന മുഖ്യമന്ത്രിയുടെ പ്രതികരണം ലഭ്യമായിരിക്കുന്നു. ജോഷില നമ്മോടൊപ്പം ചേരുന്നു കണ്ണൂരിൽ നിന്ന്. ജോഷില, മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത്? കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. IGയുടെ നേതൃത്വത്തിൽ ആഭ്യന്തരമന്ത്രി നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് അന്വേഷണം നടത്തുക. ഇങ്ങനെയൊരു സംഭവം നമ്മുടെ നാട്ടിൽ ഉണ്ടായി എന്നുള്ളത് അങ്ങേയറ്റം വിഷമകരമായ സംഭവമാണ്. കുറ്റവാളികൾ ഒരു കാരണവശാലും രക്ഷപ്പെടില്ല. പബ്ലിസിറ്റിയാണ് അന്വേഷണത്തിന് തടസ്സമുണ്ടാക്കുക. അതുകൊണ്ട് കേസിന് വ്യക്തമായ തുമ്പുണ്ടാകുന്നത് വരെ വിശദാംശങ്ങൾ പുറത്തുവിടാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മാത്രമല്ല, ഇതിനെ ഒരു ആദിവാസി ദളിത് പീഡനം എന്നുള്ള രീതിയിൽ കാണാൻ കഴിയില്ല. മനുഷ്യത്വരഹിതമായ ക്രൂരമായ കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. എന്തായാലും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും എന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. രാജീവ്. ജോഷില, ഏപ്രിൽ 28-നാണ് കൊലപാതകം നടന്നതെന്ന കാര്യം മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയില്ലേ? രാജി, ഇക്കാര്യത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അന്നു മുതൽ കൃത്യമായ അന്വേഷണമാണ് നടന്നു വരുന്നത് എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. അന്വേഷണത്തിന്റെ കാര്യത്തിൽ മറ്റു വിട്ടുവീഴ്ചകളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന രീതിയിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. ജോഷില, മുഖ്യമന്ത്രി പെരുമ്പാവൂർ സന്ദർശിക്കുന്നുണ്ടോ? ഈ വീട് സന്ദർശിക്കുന്നുണ്ടോ? ആ ഒറ്റയ്ക്കായി പോയ അമ്മയെ സന്ദർശിക്കുന്നുണ്ടോ? അത്തരത്തിലൊരു കാര്യങ്ങളും അദ്ദേഹം ഇപ്പോൾ വിശദീകരിച്ചിട്ടില്ല. അദ്ദേഹം ഇന്ന് കണ്ണൂരിൽ തെരഞ്ഞെടുപ്പ് പര്യടനത്തിലാണ്. ഇതേക്കുറിച്ച് താൻ വീട് സന്ദർശിക്കുമെന്നുള്ള കാര്യമോ മറ്റുള്ള കാര്യമോ ഒന്നും അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. രാജീവ്, വളരെയധികം നന്ദി ജോഷില. എന്തായാലും പെരുമ്പാവൂരിലെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട ജിഷയ്ക്ക് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പീപ്പിൾ വാർത്താ ബുള്ളറ്റിൻ തുടരുകയാണ്. ഇപ്പോൾ H. ഷാജഹാൻ, ഞങ്ങളുടെ ആലപ്പുഴ ബ്യൂറോ റിപ്പോർട്ടർ ചേരുന്നു. മെഡിക്കൽ കോളേജിൽ ഈ ജിഷയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് ഷാജഹാൻ. അതാണ് ഷാജഹാനെ നമ്മൾ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ തേടാനാണ് നിയോഗിച്ചിട്ടുള്ളത്. ഷാജഹാൻ, ഇന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പെരുമ്പാവൂർ പോലീസിന് നൽകുക എന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. റിപ്പോർട്ടിലെ ചില വിശദാംശങ്ങൾ നമ്മൾ ഇന്നലെ പുറത്തുവിട്ടു. പുതുതായി എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? എപ്പോഴാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പെരുമ്പാവൂർ പോലീസിന് കൈമാറുന്നത്? ഷാജഹാനിലേക്കുള്ള ടെലിഫോൺ ബന്ധം ഒരുപക്ഷെ PCR ഇരിക്കുന്നവർ ശ്രദ്ധയ്ക്ക് ടെക്നിക്കൽ വിഭാഗത്തിൻ്റെ സേവനം അടിയന്തരമായി തേടേണ്ടതുണ്ട്. ഡാനി ഇപ്പോൾ ഉണ്ടെന്ന് കരുതുന്നു. ഡാനി, ഇത്തരത്തിൽ ഇപ്പോൾ ഉമേഷിൽ നിന്ന് ലഭിക്കുന്ന ചില അപ്ഡേറ്റുകളാണ് ഞാൻ പറഞ്ഞത്. അന്യസംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് എന്ന് പറയുന്നു. 6 ദിവസമായി ഇത്തരത്തിൽ അന്വേഷണം ആരംഭിക്കാൻ പോയിട്ടുണ്ട്. അവിടെ CCTV ഉണ്ടെന്നും പറയപ്പെടുന്നു. എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ പോലീസ് ജിഷയുടെ മൊബൈൽ രാജീവ്, ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ പോലീസ് ജിഷയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചു. പക്ഷേ അതിൽ മറ്റൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അസ്വാഭാവികമായി ഒന്നുമില്ല എന്ന് പറയുന്നു. ജിഷയുടെ വീടും പരിസര പ്രദേശങ്ങളിലും CCTV സ്ഥാപിച്ചിട്ടുണ്ട്. ഇത്തരം ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു. ഇതിൽ നിന്നും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ പോലീസ് നടത്തുന്ന അന്വേഷണം പ്രധാനമായും അന്യസംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ്. അതോടൊപ്പം തന്നെ മറ്റൊന്നുകൂടി ചേർക്കുന്നു, ലഹരിക്ക് അടിമപ്പെട്ടിരുന്നവർ ഇത്തരം കുറ്റകൃത്യങ്ങളിലേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം അതിമൃഗീയമായാണ് ജിഷ ആക്രമിക്കപ്പെട്ടത്. അതുകൊണ്ട് ഇത്തരം കുറ്റവാസനയുള്ള ലഹരിക്ക് അടിമപ്പെട്ടവരിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുന്നുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഒരു പക്ഷേ നമുക്ക് കൂടുതൽ ആളുകളെ വിളിക്കേണ്ട, ഉമേഷിനെ കൂടി PCR വിളിക്കണം. കാരണം കാലടിയിലും പെരുമ്പാവൂരിലുമായി പ്രതിഷേധങ്ങൾ അരങ്ങേറുകയാണ്. പ്രതിഷേധം കൂടുതൽ ശക്തമാവുകയാണ്. ഇന്ന് വൈകിട്ട് പട്ടികജാതി ക്ഷേമ സമിതി CITU തൊഴിലാളികളുടെ സംഘടനകളുടെ പ്രകടനം പെരുമ്പാവൂരിലേക്ക് എന്ന് പറയുന്നു. കാലടി സർവകലാശാലയിലെ ഗവേഷണ വിദ്യാർത്ഥികൾ സർവകലാശാലയിൽ നിന്ന് കാൽനടയായി പെരുമ്പാവൂരിലേക്ക് പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് വിവരവും ഉമേഷ് നൽകുന്നു. ഷാജഹാൻ നമ്മോടൊപ്പം ചേരുന്നു. ഷാജി, എപ്പോഴാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൈമാറുന്നത്? എന്തൊക്കെയാണ് അതിൽ നിന്ന് നമുക്ക് ലഭിക്കാനുള്ള കൂടുതൽ വിവരങ്ങൾ?
രാജീവ്, ഇന്ന് ഉച്ചയ്ക്ക് മുൻപായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൈമാറുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് CI എത്തിയ ശേഷം, അതായത് അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള പെരുമ്പാവൂർ CI എത്തിയാൽ മാത്രമേ റിപ്പോർട്ട് കൈമാറുകയുള്ളൂ. CIയുമായി ബന്ധപ്പെട്ടപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളൊക്കെ തന്നെ ഞങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. ഇനി റിപ്പോർട്ട് ശേഖരിക്കുക എന്നുള്ളൊരു നടപടി മാത്രമേ ഉള്ളൂ. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് അന്വേഷണവും നടത്തി വരികയാണ്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലല്ല, അതിന്റെ വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് നടന്നു വരുന്നുണ്ട്. സംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ച് കൂടിയാണ് അന്വേഷണം നടന്നു വരുന്നത്. കാരണം പെരുമ്പാവൂർ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ അന്യസംസ്ഥാന തൊഴിലാളികൾ കൂടുതലായിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ ഒരു തൊഴിലാളികൾ അല്ലെങ്കിൽ തൊഴിലാളിയുടെ ഭാഗത്തു നിന്നാണോ ഇത്തരത്തിലുള്ള ക്രൂരകൃത്യം ഉണ്ടായത് എന്നൊരു സംശയവും കൂടി പോലീസ് വെച്ച് പുലർത്തുന്നുണ്ട്. എന്തായാലും ഒരു അന്വേഷണമാണ് നടക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം പോസ്റ്റ്മോർട്ടത്തിലൊക്കെ തന്നെ വളരെ ക്രൂരമായും വികൃതമായ രീതിയിലുള്ള ഒരു കൊലപാതകമായിരുന്നു നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് പോലീസ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത്. സംഭവം നടന്ന് ഏകദേശം ും കാര്യമായിട്ടുള്ള ഒരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകാതിരുന്നതാണ് ഇത്രയും പ്രതികളെ പിടികൂടുന്നതിന് ഈ കാലതാമസം ഉണ്ടായത്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ ദ്രുതഗതിയിലുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നത്. ഉടൻ തന്നെ പ്രതികളെ പിടികൂടാൻ സാധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പ്രതികളെ കുറിച്ചിട്ടുള്ള യാതൊരു സൂചനയും പോലീസിന് ഇതിനെയും ലഭിച്ചിട്ടില്ല. ഈ പെൺകുട്ടിയുടെ മൊബൈൽ ഫോണുകളും സുഹൃത്തുക്കളെയൊക്കെ കേന്ദ്രീകരിച്ചും അവരെയൊക്കെ ചോദ്യം ചെയ്തുമൊക്കെ തന്നെ അന്വേഷണം പുരോഗമിക്കുകയാണെങ്കിൽ പോലും ഈ കൃത്യത്തിന് പിന്നിൽ ആരാണ് എന്നുള്ളത് സംബന്ധിച്ച് ഇതുവരെ കൃത്യമായിട്ടൊരു വിവരം പോലീസിന് ലഭിച്ചിട്ടില്ല. രാജീവ്, വളരെയധികം നന്ദി ഷാജഹാൻ. ഒരുപക്ഷെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നമുക്ക് പ്രേക്ഷകരെ അറിയിക്കേണ്ടതുണ്ട്, അത് കാണിക്കേണ്ടതുണ്ട് എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരമായ കൊലപാതകമാണ് പെരുമ്പാവൂരിൽ ഉണ്ടായിട്ടുള്ളത്. സംഭവം നടന്ന് 6-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്. ഇപ്പോൾ പെരുമ്പാവൂരിലും പരിസര പ്രദേശങ്ങളിലും പ്രതിഷേധം ശക്തമാവുകയാണ്. ആളുകൾ തെരുവിലേക്ക് ഇറങ്ങി തുടങ്ങിയിരിക്കുന്നു. ഉമേഷ് നമ്മോടൊപ്പം ചേരുന്നു. ഉമേഷ്, എന്തൊക്കെയാണ് പ്രതിഷേധ പരിപാടികൾ അവിടെ? രാജീവ്, അതിശക്തമായ പ്രതിഷേധമാണ് പെരുമ്പാവൂരിൽ രൂപപ്പെടുന്നത്. നമ്മൾ തുടങ്ങിയ #, ക്യാമ്പയിൻ കൂടുതൽ പേരിലേക്ക് എത്തി തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നലെ തന്നെ പ്രതിഷേധ പ്രകടനങ്ങൾ പെരുമ്പാവൂരിൽ തുടങ്ങിയതാണ്. ഇടതുപക്ഷ സംഘടനകൾ, പ്രത്യേകിച്ചും CPI, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ, DYFI, SFI തുടങ്ങി വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെ ഇന്നലെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക്, DYSP ഓഫീസിലേക്ക് പ്രകടനം നടത്തിയിരുന്നു. 5 ദിവസം കഴിഞ്ഞിട്ടും തുമ്പുണ്ടാക്കാൻ പോലീസിന് കഴിഞ്ഞില്ല എന്നതിന്റെ തുടർച്ചയായിട്ടായിരുന്നു എന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു ഇവരുടെ പ്രകടനം. ഇന്ന് വൈകിട്ട് വീണ്ടും പ്രകടനങ്ങൾ തുടങ്ങുകയാണ്. ഇന്ന് പട്ടികജാതി ക്ഷേമ സമിതി, അതുപോലെ CITU തൊഴിലാളി സംഘടനകൾ ഉൾപ്പെടെയുള്ളവരാണ് ഇന്ന് വൈകിട്ട് പെരുമ്പാവൂരിൽ പ്രതിഷേധ പ്രകടനം നടത്താൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, കാലടി സർവകലാശാലയിലെ ഗവേഷണ വിദ്യാർത്ഥികളും പ്രകടനം തുടങ്ങിയിരിക്കുന്നു എന്ന വിവരമാണുള്ളത്. ഇവർ കാലടി സർവകലാശാലയിൽ നിന്നും പെരുമ്പാവൂർ ടൗണിലേക്ക് കാൽനടയായാണ് ഇത്തരത്തിൽ പ്രകടനം നടത്തി വരുന്നത്. നേരത്തെ നമ്മൾ പറയുന്നത് പോലെ തന്നെ കേരളം തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അതിശക്തമായ പ്രതിഷേധം ഇപ്പോൾ പെരുമ്പാവൂരിൽ തുടർന്നു വരികയാണ്. പോലീസിന്റെ വീഴ്ചയ്ക്കെതിരെ തന്നെയാണ്. ഇന്ന് 6 ദിവസമായി ഒരു തുമ്പുണ്ടാക്കാൻ പോലും പോലീസിന് കഴിഞ്ഞിട്ടില്ല. ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പ്രതിഷേധം തെരുവിലേക്ക് ഇറങ്ങുന്നത്. രാജീവ്, തീർച്ചയായും കേരളത്തിന്റെ നിർഭയ ജിഷ കൊല്ലപ്പെട്ടത് 6-ാം ദിവസത്തിലേക്ക് പിന്നിടുമ്പോഴും പ്രതികളെക്കുറിച്ച് യാതൊരു വിവരവുമില്ലാതെ പോലീസ് ഇരുട്ടിൽ തപ്പുന്ന കാഴ്ചയാണ് രാഷ്ട്രീയ കേരളവും ഒപ്പം തന്നെ സാംസ്കാരിക കേരളവും കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ജനം തെരുവിലേക്ക് നീങ്ങുകയാണ്. ജിഷയുടെ കൊലപാതകളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട്, ജിഷയ്ക്ക് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പീപ്പിൾ TVയും ഈ സംപ്രേഷണം തുടരും. രാജ്യത്തിന് മുമ്പിൽ കേരളം നാണം കെട്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് പ്രേക്ഷകരെ അഭിസംബോധന ചെയ്ത് അഭിമുഖീകരിക്കുന്നത് എന്ന ദുഃഖത്തോടു കൂടി തന്നെയാണ് പീപ്പിൾ വാർത്താ സംഘവും ഇരിക്കുന്നത്. കേരളം തെരുവിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജിഷയ്ക്ക് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ വിവിധ ഇടങ്ങളിൽ വരികയാണ്. ഡാനി, ഇപ്പോൾ നമുക്ക് ഉമേഷ് തന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ പെരുമ്പാവൂരും പരിസര പ്രദേശങ്ങളും പ്രക്ഷോഭമുഖരിതമാകുകയാണ്. ഈ കടുത്ത വെയിലിനെ വകവയ്ക്കാതെ ജനങ്ങൾ മുന്നോട്ടിറങ്ങുന്ന, തെരുവിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പോലീസ് സംഘം ഇപ്പോൾ ഏത് തരത്തിലുള്ള കാര്യങ്ങളാണ്, ഇന്നത്തെ അവരുടെ പരിപാടികൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച സൂചനകൾ നമുക്ക് ലഭിച്ചോ? രാജീവ്, പോലീസ് പ്രാഥമികമായ ചില വിവരങ്ങൾ മാത്രമാണ് നമ്മൾക്ക് തുടക്കത്തിൽ തന്നെ നൽകുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കൂടി ചേർത്ത് വായിക്കുമ്പോൾ അത് ആ രീതിയിലുള്ള ഒരു ഇടപെടൽ കൊണ്ട് തന്നെയാണ് പോലീസ് ഈ കേസ് സംബന്ധിച്ച് വളരെ പരിമിതമായ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകുന്നതെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് സംബന്ധിച്ച് പോലീസ് പറയുന്നത്, ഇത് ചില വിശദാംശങ്ങൾ തുടക്കത്തിൽ നമ്മൾ നൽകിയതുപോലെ തന്നെ ഇത് സംബന്ധിച്ച് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു, പക്ഷേ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. മൊബൈൽ പരിശോധിച്ചു, ഒന്നുമില്ല.
കുട്ടിയുടെ വീടിന് സമീപത്തു നിന്നുള്ള ആർക്കും തന്നെ വിരോധമുള്ളതായി കാണുന്നില്ല എന്നതാണ് ചേർക്കുന്നത്. ഇതിന് അപ്പുറത്തേക്ക് പോലീസ് സംശയിക്കുന്ന കാര്യങ്ങൾ ഇത് കേസിന്റെ തുടക്കം മുതൽ തന്നെ പറഞ്ഞിരുന്ന കാര്യങ്ങളാണ്. അന്യസംസ്ഥാന തൊഴിലാളികളെ സംശയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഇതിന്റെ ഒരു രീതി, കൃത്യം നടന്നതിൻ്റെ ഒരു രീതിയും അതോടൊപ്പം തന്നെ ലഹരിക്ക് അടിമപ്പെട്ടവർ സാധാരണ ഒരു മാനസിക നില വെച്ച് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ല എന്നത് ഏവരും തന്നെ സമ്മതിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത്തരം രീതിയിൽ ലഹരിക്ക് അടിമപ്പെട്ട കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരിലേക്കാണ് പോലീസ് ഈ ഘട്ടത്തിൽ അന്വേഷണം നീങ്ങുന്നത്. ഏതാണ്ട് 70-ലധികം പേരെയാണ് ഇതിനകം തന്നെ പോലീസ് ചോദ്യം ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിൽ നിന്നെല്ലാം തന്നെ കൃത്യമായൊരു ദിശയിലേക്ക് ഇപ്പോഴും പോലീസിന് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ശ്രദ്ധേയമായ വസ്തുത. കാരണം ആരിലേക്ക് അന്വേഷണം തിരിയുന്നു എന്ന് പറയുമ്പോൾ പോലും ഇതിൽ ആരെങ്കിലും പോയിന്റ് ഔട്ട് ചെയ്യാനോ അത്തരം കാര്യങ്ങളിലേക്കൊന്നും ചെന്നെത്താനോ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നും IG മഹേഷ് പാൽ യാദവിന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ടെലിഫോൺ ബന്ധപ്പെടുകയും കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തിരുന്നു. പോലീസിന് ലഭിക്കുന്ന പ്രാഥമികമായ വിവരങ്ങൾ ഇപ്പോൾ ഇത്രമാത്രമാണ്. പക്ഷേ അതോടൊപ്പം നേരത്തെ രാജീവ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ഹാഷ്ടാഗ് പോലെ തന്നെ കേരളം തെരുവിലേക്ക് അതിശക്തമായ പ്രക്ഷോഭവുമായി കേരളം തെരുവിലേക്ക് ഇറങ്ങുന്നു എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത്. വരുന്ന സമയങ്ങളിൽ ദിനകർ നമ്മോടൊപ്പം ചേരുന്നു. ദിനകർ, മുഖ്യമന്ത്രി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നു കണ്ണൂരിൽ നിന്ന്. അതായത് ആറാം ദിവസത്തേക്ക്, മരണം കഴിഞ്ഞ് കൊലപാതകം കഴിഞ്ഞ് 6ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് പബ്ലിസിറ്റിയാണ് അന്വേഷണത്തിന് തടസ്സം എന്നാണ്. ഇതുവരെ ഈ വാർത്ത ഇന്നലെ രാവിലെ 9 മണിക്ക് പീപ്പിൾ TV റിപ്പോർട്ട് ചെയ്യുന്നതിന് വരെ ഒരു പ്രതികരണവുമില്ലാത്ത അധികാരികൾ ഇപ്പോൾ പ്രതികരണവുമായി രംഗത്ത് വരികയാണ്. പോലീസും ഇപ്പോഴാണ് അന്വേഷണം തുടങ്ങുന്നത് എന്ന തരത്തിലുള്ള നിഗമനങ്ങളിലാണ് നമ്മൾ എത്തിച്ചേരേണ്ടിയിരിക്കുന്നത്. കാരണം 6ാം ദിവസത്തിലേക്ക് കടന്നപ്പോഴും പ്രതികളെ ഇതുവരെ പിടിച്ചിട്ടില്ല. മുഖ്യമന്ത്രി 6ാം ദിവസത്തിൽ മുഖ്യമന്ത്രി പ്രസ്താവന നടത്തുകയാണ്, പബ്ലിസിറ്റിയാണ് അന്വേഷണത്തിന് തടസ്സമെന്ന്. എന്താണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? രാജീവ്, മറ്റൊരു ദില്ലി കേരളത്തിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. രാജ്യത്തെ ഒട്ടാകെ നടുക്കിയ സംഭവം. പക്ഷേ അത്തരത്തിൽ വലിയൊരു സംഭവം നടന്നിട്ടും അത് കണ്ടില്ല എന്ന് നടിക്കാനാണ് അധികാരികൾ ശ്രമിക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് മൂടി വെച്ചുകൊണ്ട് രാജ്യത്ത് ഒന്നും നടക്കുന്നില്ല, അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങൾ ഒന്നും നടക്കുന്നില്ല, പ്രശ്നങ്ങൾ ഇല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇത് എന്ന് വേണം നമുക്ക് കരുതാൻ. 2012 ദില്ലിയിൽ നിർഭയ എന്ന കുട്ടി ആക്രമണത്തിന് ഇരയായി കൊല്ലപ്പെട്ടു, അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടു. അതിലും ദാരുണമായിട്ടാണ് ഈ കുട്ടി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. ജിഷ എന്ന പെൺകുട്ടി കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതിൽ പ്രതികളെ കണ്ടെത്താൻ പോലീസിന് ഇനിയും കഴിയാത്തത് വലിയ വീഴ്ചയായി തന്നെ കണക്കാക്കേണ്ടി വരും. കാരണം 6 ദിവസം പിന്നിടുമ്പോഴും പ്രതികളെക്കുറിച്ച് യാതൊരു സൂചനയും പോലീസിന് ലഭ്യമാകാത്ത ഒരു ലഭിക്കാത്ത സാഹചര്യം. സ്വാഭാവികമായും ഇത് മറച്ചുവെക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുന്നു. കാരണം തെരഞ്ഞെടുപ്പ് ഒരു വലിയ വിഷയം തന്നെയാണ്. കാരണം തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പല മാധ്യമങ്ങളും ഇത് മൂടിവെക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഭരണ സംവിധാനത്തെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള സമീപനം സ്വീകരിക്കുന്നു എന്നുകൂടി നമുക്ക് പറയേണ്ടി വരും. കാരണം രാജ്യത്ത് അല്ലെങ്കിൽ കേരളത്തിലും പെൺകുട്ടികൾക്ക് സ്വൈരജീവിതം ഇല്ലാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. തീർത്തും അപലപനീയമായിട്ടുള്ള സംഭവം. അപ്പോൾ പോലും സർക്കാരും ഭരണകൂടവും ഇതിനെതിരെ നടപടി സ്വീകരിക്കാനോ അല്ലെങ്കിൽ ഇവരുടെ വീട് സന്ദർശിക്കാനോ ഇപ്പോഴും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതിനപ്പുറം ഇതിൻ്റെ ഒരു വലിയ കേരളം നേരിടുന്ന വലിയ ഭീകരമായ ഒരു സാഹചര്യം ദില്ലിയിൽ പെൺകുട്ടി അനുഭവിച്ച അതിനപ്പുറമുള്ള ഒരു സാഹചര്യമാണ് ഈ ജിഷ എന്ന പെൺകുട്ടി അനുഭവിച്ചത്, അല്ലെങ്കിൽ അവർക്ക് നേരിടേണ്ടി വന്നത്. ഈ ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും കേരളം സംസ്ഥാന സർക്കാർ, ആഭ്യന്തര വകുപ്പ് ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു ഭീകരത ഉയരുന്നത്. സ്വാഭാവികമായും ഇതിനെതിരെ അതിശക്തമായ നടപടി സ്വീകരിക്കേണ്ടതിന് പകരം അത് മറച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ തീവ്രത കുറയ്ക്കുന്നതിനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. പോലീസ് ഇക്കാര്യത്തിൽ ഇത് വലിയൊരു സംഭവമായി കണ്ടില്ല, അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. കാരണം ഈ സംഭവം നടന്ന് 6 ദിവസം പിന്നിടുമ്പോഴും ഇതിൻ്റെ ഒരു വ്യാപ്തി അല്ലെങ്കിൽ ഇത്രത്തോളം, അല്ലെങ്കിൽ കേരളത്തിൽ പെൺകുട്ടികൾക്ക് ജീവിക്കാൻ കഴിയാത്ത രീതിയിലേക്ക്, സ്വന്തം വീട്ടിൽ പോലും അവർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കേരളം മാറുന്നു എന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ആ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട്, ഇതിൻ്റെ തീവ്രത കണക്കിലെടുത്തുകൊണ്ട്, ഈ വിഷയത്തിൻ്റെ പ്രശ്നം മുഖവിലക്കെടുത്തുകൊണ്ട് ആ രീതിയിൽ അന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല എന്നതാണ് വസ്തുത. രാജീവ്. ദിനകർ, ഇപ്പോൾ നമ്മുടെ ജസ്റ്റിസ് ഫോർ ജിഷ എന്ന ഹാഷ്ടാഗ് ക്യാമ്പയിനിൽ ഒരു പോസ്റ്റ് വന്നിരിക്കുകയാണ്. ഒന്ന് ആഞ്ഞു തള്ളിയാൽ തുറന്നു പോകുന്ന വാതിലുകളുള്ള വീടുകളിൽ
1000 പെണ്ണുങ്ങളുണ്ട് കേരളത്തിൽ, തെരുവിലും ഇരുളിലുമുണ്ട് എന്ന് ഒരു മാധ്യമപ്രവർത്തക പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. തീർച്ചയായും വളരെ ദാരിദ്ര്യാവസ്ഥയിൽ കഴിയുന്ന കുടുംബങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അവിടെയൊക്കെ പെൺകുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്. ഇവരൊക്കെ ഏത് തരത്തിലുള്ള സുരക്ഷിതത്വമാണ് ഇവർക്ക് അനുഭവപ്പെടുക? ഇന്ന് ഒരു മാധ്യമപ്രവർത്തക എനിക്ക് അയച്ച സന്ദേശത്തിൽ പറഞ്ഞത്, ഇപ്പോൾ പുറത്തിറങ്ങുമ്പോൾ പേടിയാണ്, നോക്കുന്നവരിൽ ആരാണ് തങ്ങളെ വേട്ടയാടുക എന്ന് പറയാൻ പറ്റാത്തത്ര അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്നു എന്നാണ്. കേരളത്തിലെ സ്ത്രീ മനസ്സുകളിൽ, കേരളത്തിലെ കുടുംബങ്ങളിൽ ഇത്രയധികം ആശങ്ക ഉണ്ടാക്കിയ സംഭവം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ദിനകറിലേക്ക് വരാം. ഇപ്പോൾ പി കെ ശ്രീമതി ടീച്ചർ നമ്മോടൊപ്പം വരുന്നു. ടീച്ചർ, ഇപ്പോൾ സ്ത്രീകൾ വളരെ വലിയ ഒരു ആശങ്കയിലാണെന്ന തരത്തിലുള്ള പോസ്റ്റുകളാണ് നമുക്ക് ഫേസ്ബുക്കിലും നമ്മുടെ ഹാഷ്ടാഗ് ക്യാമ്പയിൻ്റെ ഭാഗമായി വരുന്നത്. രാജ്യത്താകമാനമുള്ള സ്ത്രീകളും പുരുഷന്മാരും കേരളത്തിൽ പെരുമ്പാവൂരിൽ നടന്ന അതിപൈശാചികമായ ഈ സംഭവത്തെ അപലപിക്കുകയാണ് ടീച്ചർ. അതെ, അങ്ങേറ്റം അപലപിക്കുക എന്ന് മാത്രമല്ല, അതിശക്തമായിട്ട് പ്രതിഷേധിക്കുക എന്ന ഒരു മനോഭാവം കേരളീയ സമൂഹത്തിന് ഇനിയും ഉണർന്നു വരുന്നില്ലെങ്കിൽ വലിയ കഷ്ടാണ്. ഇങ്ങനെ ഇത്രയും ക്രൂരവും നിഷ്ഠൂരവുമായ വിധത്തില് ഒരു ചെറുപ്പക്കാരിയെ, ഒരു പാവപ്പെട്ട പിന്നോക്ക പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി, ആരോരുമില്ലാത്ത, തീർത്തും അരക്ഷിതമായ ഒരു വാതിൽ പോലും ഇല്ലാത്ത ഒരു വീട്ടിനകത്ത് പട്ടാപ്പകൽ കേറി വന്ന് ഈ രൂപത്തിൽ കൊലയപ്പെടുക എന്ന് പറയുന്നത് കേരളീയ സമൂഹത്തിന് എത്ര അപമാനകരമാണ്. എന്നിട്ടും ഒരു കൊലപാതകം നടന്നിട്ട് 5 ദിവസം വേണ്ടി വന്നില്ലേ പീപ്പിൾ കൈരളിയിലൂടെ ആ വാർത്ത ഈ കേരളീയ സമൂഹമോ അല്ലെങ്കിൽ പുറം ലോകം അറിയാൻ? ഇത് എന്തൊരു നാടാണിത്? ഇവിടെ ആർക്കെങ്കിലും സുരക്ഷിതത്വം ഉണ്ടോ? അരക്ഷിതാവസ്ഥയല്ലേ ഇവിടെ കേരളത്തിൽ നടക്കുന്നതെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഇവിടെ ഒരു പോലീസ് ഉണ്ടോ? ക്രമസമാധാന രംഗം എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നാൽ എത്രയും പെട്ടെന്ന് ആക്ട് ചെയ്യുക, കൊലപാതകളെ കണ്ടുപിടിക്കുക, എന്നിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് എന്ന് അന്വേഷിക്കുക. ഇതൊക്കെ മറ്റ് ചാനലുകളോ വാർത്താമാധ്യമങ്ങളോ ആവശ്യപ്പെട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൊണ്ടുവരുന്ന പോലെയല്ല. ഇപ്പോഴും എന്താണ്, ഇന്നലെ ഞാൻ അന്വേഷിച്ചു, ഇന്നലെ ഏതായാലും കിട്ടിയില്ല. എന്താ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? എന്താണ് പോലീസുകാർ ഇതിപ്പോ മറച്ചുവെച്ചത്? എന്താ പോലീസ് ടീം ഇത് മറച്ചുവെക്കാൻ കാരണം? അതിൽ രാഷ്ട്രീയം ഉണ്ടോ? എനിക്കറിയേണ്ടത് അതാണ്. ഇങ്ങനെ ഒരു സംഭവം നടന്നാൽ മനസാക്ഷിയെ ജഡിപ്പിക്കുന്ന, ആരെയും ദുഃഖിപ്പിക്കുന്ന ഈ ഒരു സംഭവം ഉണ്ടായാൽ അത് പുറം ലോകം അറിയണ്ടേ? അപ്പൊ പുറം ലോകം അറിയരുത് എന്ന് ആർക്കാണ് ഇതിന് പിന്നിൽ ഉദ്ദേശം? അത് കേരളം ഭരിക്കുന്നവർക്കാണോ? അവരെ പിന്തുണക്കുന്ന ഏതെങ്കിലും പോലീസുകാരനാണോ? നമ്മൾ അറിയണ്ടേ? ഇങ്ങനെ കേരളത്തിൽ ഇതിന് മുൻപൊരു സംഭവം ഞാൻ കേട്ടിട്ടേ ഇല്ല. കൊലപാതകങ്ങൾ ഇപ്പൊ ഇരിക്കൂറി കഴിഞ്ഞ ദിവസം വീട്ടിനകത്ത് വെച്ചാണ് ഒരു മുസ്ലിം സഹോദരി, 60 വയസ്സുള്ള മുസ്ലിം സഹോദരിയെ കെട്ടിയിട്ടിട്ട് ക്രൂരമായി കൊലയപ്പെട്ടത്. 5 മക്കളുടെ ഉമ്മയാണ് ഇരിക്കൂറി. പക്ഷേ എന്തുണ്ട് അവിടെ? ഇങ്ങനെ വീട്ടിനകത്ത് വെച്ച് ഈ രൂപത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെ, ചെറുപ്പക്കാരികൾ ഉൾപ്പെടെ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊലയപ്പെടുക എന്നൊക്കെ പറയുന്നത് എത്ര ദുഃഖകരമാണ്. ഇതിന്റെ മേലെ നടപടി എന്താ ഉള്ളത്? എന്തായാലും പീപ്പിൾ കൈരളി ഈ വാർത്ത എടുത്ത് പുറത്ത് ജനങ്ങളെ അറിയിച്ചത് എന്തായാലും ഭയാനകമായ ഒരു അന്തരീക്ഷം കേരളത്തിലുണ്ട്. സ്ത്രീകൾ ആർക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റൂല, വീട്ടിനകത്തിരിക്കാൻ പറ്റൂല, ഒറ്റക്ക് നടക്കാൻ പറ്റൂല, ഒറ്റക്കിരിക്കാൻ പറ്റൂല. ഈ രൂപത്തിലുള്ള അരക്ഷിതാവസ്ഥ നടക്കുകയാണ്. ഇവിടെ മദ്യ നിരോധനം എന്നല്ലേ പറഞ്ഞത്? സത്യം പറഞ്ഞാൽ ബിവറേജസിന്റെ മുൻപിലൊന്ന് നോക്ക്. മദ്യം കുടിച്ച് ലക്കും ലഗാനുമില്ലാതെ കാണുന്നിടത്ത് കയറി സ്ത്രീകളെ ആക്രമിക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ശക്തമായ പ്രതിഷേധം ഉയർന്നു വരണം. സ്ത്രീകൾ മാത്രമല്ല, കേരളീയ സമൂഹം ഒന്നടങ്കം ഇതിനെ ശക്തമായി പ്രതിഷേധിക്കണമെന്ന് മാത്രമല്ല, ഇതിലെന്താ സർക്കാരിന്റെ നിലപാട്? എന്താ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് ഇതുവരെ തിരിഞ്ഞു നോക്കാൻ ആരും ഇല്ല? ഇവിടെ ആരും ഇല്ല? ഒരു ഭരണമുണ്ടോ? നമ്മുടെ ബഹുമാനപ്പെട്ട കോടതി ചോദിച്ചതുപോലെ ഇവിടെ ഒരു ഭരണമുണ്ടോ? അങ്ങനെ ഒരു ഫീലിംഗ് ഇല്ലല്ലോ ഇപ്പൊ. ഇത് എന്തൊരു അപമാനകരമാണ്. ഇത് ശക്തമായിട്ട് ജനങ്ങൾ ഇറങ്ങണം. ഡൽഹിയിൽ ഇറങ്ങിയതുപോലെ തെരുവിൽ ഇറങ്ങി പ്രതിഷേധിക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. എത്രയും പെട്ടെന്ന് കുറ്റവാളികളെ വെളിച്ചത്ത് കൊണ്ടുവരണം. വെളിച്ചത്ത് കൊണ്ടുവന്ന് ഏറ്റവും വേഗത്തിൽ അവർക്ക് ശിക്ഷ കൊടുക്കണം. അതാണ് എന്റെ ആവശ്യം. ടീച്ചർ